ഏഞ്ചൽ ബിൻഡ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപ്പുറത്ത് ആ മേശപ്പുറത്ത് നിന്ന് വെയിൽ മേടിച്ച് ഇവിടെ വന്നപ്പോൾ ഇവിടെ അതിലും വെയിൽ കണ്ട്, ഇതെല്ലാം വെയിലാണ് ആ സൈഡ് മൊത്തം. അപ്പം നമുക്കൊരു 6 നൈറ്റി വെട്ടി റെഡിയാക്കാനാണ്, ചെറുതാക്കാനാണ്. അപ്പം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരെണ്ണം ഇട്ടു, രണ്ടാമത്തെ എടുത്തിടുവാണ്. ഈ വലിയ മേശപ്പുറത്ത് ഇട്ടാലേ ഇതെല്ലാം നല്ല നീളത്തിലിടാൻ പറ്റത്തുള്ളൂ. ഇതിനേക്കാൾ നീളക്കുറവാണ് മറ്റേ മേശയ്ക്ക്. അപ്പൊ ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഈ മേശപ്പുറത്ത് കൊണ്ടിട്ടാണ് ചെയ്യുന്നത്. ഇച്ചിരി നീളമുള്ള ചുരിദാറാണേലും നല്ല വെയില. രണ്ടാമത്തെ കൊണ്ടിട്ട് ഇനി അടുത്തത് എടുത്തോണ്ട് വരാം. അപ്പൊ മൂന്നാമത്തെ ഇട്ട് 1 2 3 മൂന്നെണ്ണം ഇട്ടേ. എല്ലാം അങ്ങ് നിവർത്തിടണം നല്ലതുപോലെ, എങ്ങും ചുളിവ് കാണല്ലേ, അതുപോലെ അങ്ങ് നിവർത്തിടുക. നാലാമത്തെ ഇടാൻ പോവാണേ. നാലാമത്തെ ഇട്ടേ. വെയില, നല്ല വെയിലുണ്ട്, വെയിലുമുണ്ട് കാറ്റുമുണ്ട്. നാലാമത്തെ ഇട്ടേ. ഇനി നമുക്ക് 5-ാമത്തെ ഇടാം, 6-ാമത്തെ ഇടാം. ഹരിപ്പാട്ടെ വെഡ്ലാൻഡ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്, അവിടുത്തെ നൈറ്റികളാണ്, എല്ലാം നല്ല നൈറ്റികളാണ്. അല്ല അത് വലിയ വിലയൊന്നും ആവുന്നില്ല. അതേണ്ട 228, ഇത് 258, 228. എല്ലാം മിക്കത് 228-ന്റെയാ. ഞാനാണെങ്കിൽ നൈറ്റി ആയിട്ട് എടുക്കത്തില്ല, നൈറ്റി പീസ് കിട്ടും, 150 രൂപ തൊട്ട് മോൾപോട്ട് പീസ് കിട്ടും. ആ പീസ് എടുത്ത് തയ്ച്ചാണ് ഇടുന്നത്. നൈറ്റി ആയിട്ട് എടുക്കുമ്പോൾ ലാഭം എന്റെ ഇഷ്ടത്തിന് എനിക്ക് തയ്ച്ചെടുക്കാം, അതോർത്താണ് എടുക്കുന്നത്. അപ്പൊ എല്ലാം ഇതിന്റെ ഓരോന്നായിട്ട് ഇതിന്റെ മോൾപോട്ട് നമ്മളിട്ടേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നമുക്ക് അളവിന് തന്നിട്ടുണ്ടല്ലോ ഒരു നൈറ്റി, അത് ഇതിന്റെ മോൾപോട്ട് ഇടുക. നല്ല ഇട്ടെ. ഇനി അളവിന് തന്നത് നമുക്ക് ഇതിന്റെ മോൾപോട്ട് ഇടാം. അപ്പൊ അതാണ് ഞാൻ ഈ 6 നൈറ്റി ഇട്ടേ, അളവിന് തന്നതും നമ്മൾ ഇതിന്റെ മോൾപോട്ട് ഇട്ടു. ഇനി നമ്മൾ എന്തെടുക്കണമെന്നറിയാവോ, നമ്മൾ ഈ അളവിന് തന്നതിനേക്കാൾ ഇറക്കം 2 ഇഞ്ച് കൂട്ടണം. എന്തിനാണെന്നറിയാവോ, പടി മടക്കി തയ്ക്കാനാണ്. ഇച്ചിരി 2 ഇഞ്ച്, 1 ഇഞ്ച് അകത്തോട്ടിട്ട് പിന്നെ 1 ഇഞ്ച് കൂടെ മടക്കണം. അങ്ങനെ 2 ഇഞ്ച് പടി മടക്കിയിടണം. കാരണം നാളെ ഒരിക്കൽ ഇറക്കം കൂട്ടണമെന്നുണ്ടെങ്കിലും നമുക്ക് 1 ഇഞ്ച് നീളം കൂട്ടിയെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് 2 ഇഞ്ച് എടുക്കാൻ പറയുന്നത്. അപ്പൊ ഈ 2 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കൈ ഇറക്കം നോക്കുക, കൈ ഇറക്കവും കൈ വണ്ണവും നോക്കുക. എന്നിട്ട് അവിടെ ഇതാണ് കൈയിറക്കം, അളവിന് തന്ന കൈയിറക്കം. അപ്പൊ ഈ താഴെ തന്നത് ഒന്ന് ഇതൊക്കെ ഇത് കണ്ട അളവിനേക്കാളും ചെറുതാണ്. പിന്നെ ഇത് കറക്റ്റാ, അടിച്ചു വരുമ്പോൾ ശരിയായിക്കോളും. ഇതും കറക്റ്റാ. ബാക്കി 2ന്റെയും കൈയിറക്കം കുറയ്ക്കണം നമ്മൾ. അത് 1 ഇഞ്ച് ഇട്ടും കൊണ്ട് വേണം ബാക്കി കുറച്ചെടുക്കാൻ. എന്താന്ന് വെച്ചാൽ നമുക്ക് പടി മടക്കി അടിക്കാനായിട്ട് വേണമല്ലോ, അതിനാണ് 1 ഇഞ്ച് കൂട്ടിയിടാൻ പറഞ്ഞത്. എന്നിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ. പിന്നെ സൈഡ് നമ്മൾ നോക്കണം എന്തുമാത്രം കൂട്ടിയിടണമെന്ന്. നമുക്ക് കണ്ടോ, ഒരു 1-1.5 ഇഞ്ചാണ്. ചിലതിനൊക്കെ 1 ഇഞ്ച് മതി, ചിലതിന് ഒട്ടും വേണ്ട, അതുകൊണ്ട് ഇതിനൊട്ടും വേണ്ട. പിന്നെ ഈ സൈഡ് നോക്കണം, അങ്ങനെ ഈ സൈഡും അടിച്ചെടുക്കണം. പിന്നെ മൊത്തം എല്ലാം കൂടെ ഓരോ അടിയും കൂടെ അടിക്കണം, എന്നാലേ നൈറ്റ് ശരിയാകത്തുള്ളൂ. അപ്പം ഞാനിതെല്ലാം കട്ട് ചെയ്തുകൊണ്ട് വരാവേ. ഇന്ന് കാർത്തികയാണ്, എല്ലായിടത്തും കാർത്തിക വിളക്ക് തെളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലായിടത്തും കാർത്തിക വിളക്കാണ്. പിന്നെ കാർത്തികയാകുമ്പോൾ എല്ലായിടത്തും വിളക്ക് തെളിക്കണമെന്നാണ്. ഞാൻ അതിന് പകരം സ്റ്റാർ വിട്ടിട്ടുണ്ട്. എല്ലായിടത്തും വിളക്ക് കത്തിക്കും.
അവനവൻ്റെ വീടുകളിൽ. ഞാൻ വിളക്ക് കത്തിക്കാനില്ല. നേരത്തൊക്കെ അമ്മ ഊതിരി മേടിച്ച് കത്തിക്കുമായിരുന്നു. എല്ലാവരും ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുമായിരുന്നു. അതിന് പകരം ഞാൻ സ്റ്റാർ ഇട്ടിരിക്കുക. സൗണ്ട് വന്ന് അപ്പോൾ 2 പണി തീർന്നിട്ടില്ല. 2 എണ്ണേ തീർന്നിട്ടുള്ളൂ. ബാക്കി 1, 2, 3, 4 എണ്ണം ഇനിയുണ്ട്. എന്താ വന്നിരിക്കുന്നത്? കത്രിയെ തൊട്ടെങ്കില. എന്താ വേണോടാ? എന്താ? നാടാ ഈ നൂലിൻ്റെ കൂടിന് വേണ്ടിയിട്ടാണ് അവന് വലിയ ഇഷ്ടമായി ഇതാ കളിക്കുന്നത്. നാടാ മേടിര്, കൈ കൊണ്ട് മേടിര്. വായി വെച്ച് തരത്തില്ല, തൊണ്ടയ്ക്ക് പോവും. കൈതാ വേണ്ട. മാത്താ ഞാനേ. അപ്പോൾ എൻ്റെ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി ഇടണം. രാവിലെ 9 മണിക്ക് പണിക്ക് കയറിയ ഞാൻ രാത്രി 9 മണിയായപ്പോൾ പണി നിർത്തി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.